ഹലോ മുത്തുമണീസ്, ആർക്കെ ക്വസ്റ്റിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് മുത്തുമണീസ് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിന്റെ +1 സ്പീഡ് കീബോർഡ് എസ്കേപ്പ് ചോക്ലേറ്റ് ആൻഡ് ക്യാൻഡി എന്ന ഗെയിമാണ്. ഞാൻ ഒന്ന് കളിച്ചു തുടങ്ങിയായിരുന്നു ഗൈസ്. ഞാൻ ഇപ്പൊ തന്നെ ലെവൽ 3-ലെത്തി. 0 സ്പീഡിൽ ലെവൽ 1-ലാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ ലെവൽ 3-ലെത്തി. നല്ല രസമല്ലേടാ, നമ്മൾ ഈ കീബോർഡ് കിടന്ന് ചവിട്ടി 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 നടക്കുമ്പോൾ ശബ്ദം കേൾക്കാൻ നല്ല രസമല്ലേടാ. ഇപ്പൊ നമ്മൾ +3 സ്പീഡിൽ പോയി നോക്കി ഗൈസ്. നമ്മൾ വേഗം തന്നെ ലെവൽ 4-ൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ സ്റ്റേജ് 1 കടക്കുകയാണ് ഗൈസ്. സ്റ്റേജ് 1-ൽ കടന്നിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇതൊരു അടിപൊളി ഗെയിമാണ് ഗൈസ്. നമുക്ക് ഈ കീബോർഡ് അതെ ഗൈസ്, അവിടെ ഒന്ന് ചാടണമായിരുന്നു ഗൈസ്. അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ബ്രെയിൻ റോഡ്സ് ഒക്കെ കൂടെ നടക്കുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് ചാടണമായിരുന്നു കേട്ടോ. അത് ചാടാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഈ കളിക്കുന്ന രസത്തിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് ചാടാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. നമ്മളിപ്പോൾ വീണ്ടും പോവുകയാണ്. ലെവൽ 6-ൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഗൈസ്, ഇത് ഭയങ്കര അടിപൊളി ഗെയിമാണ്. ഈ ഓരോ കീബോർഡിലും ചവിട്ടുമ്പോൾ ഉള്ള ആ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചാടി പോകണം കേട്ടോ ഗൈസ്. നമ്മൾ ഫുൾ ഓടുകയാണെന്ന് വിചാരിച്ചിട്ടേ ആ കീബോർഡ് ചവിട്ടി 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 നല്ല രസത്തിൽ അങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. നോക്കൂ ഗൈസ്, അവിടെ നമ്മളെ പിടിക്കാൻ വേണ്ടി ഒരാൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് നമ്മളെ പിടിക്കും. നമുക്ക് നല്ല ലെവൽ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബ്രെയിൻ റോഡിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമ്മളിതാ ഒരു വിൻ നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ആ വിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് അവൈൽ ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ഫ്രീ ഗിഫ്റ്റ് എന്ന് ഇപ്പോൾ കാണിക്കുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്ത്. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ജോയിൻ സീക്രട്ട് ബേസ് സ്റ്റുഡിയോ എന്നോ ഏതാണ്ടൊക്കെ എഴുതി കാണിക്കുന്നു. എന്തായാലും ഫ്രീ ഗിഫ്റ്റ് ഒന്നും നമുക്ക് വേണ്ട. ഇപ്പം അത് കാണിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ് ഗൈസ്. നമ്മൾ എന്തായാലും സ്റ്റേജ് 1-ൽ ഇപ്പം നമ്മൾ ലെവൽ 7-ൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം എന്ത് തന്നെയാണെങ്കിൽ നല്ല രസമുണ്ട് ഗൈസ്. ഈ കീബോർഡ് അയ്യോ ചാടണം, നല്ല ഉയർന്ന ചാടണം കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ ലെവൽ 8 എത്തിക്കഴിഞ്ഞു. നമ്മളെ ചാട്ടം അത്ര പോരെന്ന് തോന്നുന്നു. വീണ്ടും ഞാൻ കുഴി വീണ് പോയി ഗൈസ്. കുഴി വീണുമ്പോൾ നമ്മൾ വെയിറ്റ് പോകും. അവിടെ നമ്മൾ ഒന്നേന്ന് ചാടി അല്ല, ഒന്നേന്ന് നമ്മൾ കീബോർഡ് ചവിട്ടി ചവിട്ടി വരണം. ഇത്തവണ പിഴക്കൂല ഗൈസ്. നമ്മൾ ചാടിയിട്ടുണ്ട് പട്ടിട്ടോ ചാടിയാണ് നമ്മൾ ചാടി. പിന്നെ നമ്മളിതാണ് ഗൈസ്. ഒരിക്കൽ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അബദ്ധമൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ ഓടിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗോൾഡൻ സ്പെഷ്യൽ കീ ഹാസ് ഫൗണ്ട് ഇൻ ദ സെർവർ എന്നൊക്കെ എന്താന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റേജ് 3-ൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ സ്റ്റേജ് 3-ൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ലെവൽ 9-ലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഒരു വലിയ ഉരുളം കല്ല് വരുന്നുണ്ട് ഗൈസ്. നമ്മളത് ഇടിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഇനി സ്പീഡ് ഉണ്ടെങ്കിലേ നമുക്കത് ഇടിക്കാതെ നമുക്ക് രക്ഷപ്പെട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് അത്രയും സ്പീഡൊന്നും ഇല്ല. എന്തായാലും ഒരു +3 വിൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് കീബോർഡ് ചവിട്ടി നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. റിക്വയേഴ്സ് നമുക്ക് +2 സ്റ്റെപ്പ് വെച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഓക്കെ നമ്മൾ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. ലെവൽ 10 നമ്മൾ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയും സ്പീഡ് നമ്മൾ എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെവൽ 10-ലാണ്. ഓക്കെ, നല്ല രസമാണ് ഗൈസ്. നമുക്ക് ഈ കീബോർഡിൽ ഇങ്ങനെ നമുക്ക് ചാടി പോയി ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചാടണം. നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ആ കീബോർഡ് പ്രസ് ആകുമ്പോഴുള്ള ശബ്ദത്തിന്റെ രസത്തിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ കുഴിയുണ്ട്. ആ സമയത്ത് നമ്മളൊന്ന് ചാടാൻ കൂടെ ശ്രദ്ധിക്കണം. പക്ഷെ ഇതിന്റെ ഈ രസം കാരണം നമ്മൾ അതങ്ങ് വിട്ടുപോകും. നമ്മളപ്പോൾ ലെവൽ 11-ലൊക്കെ എത്തിക്കഴിഞ്ഞാൽ വലിയ ഉരുളം കല്ല് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ സൈഡിൽ കയറി നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഉരുളം കല്ല് കടന്ന് നമ്മൾ പോയിരിക്കുകയാണ്. 2.15K സ്പീഡ് ഉണ്ട്. ഓക്കെ, ഉരുളം കല്ല് വീണ്ടും പോയിരിക്കുകയാണ്. നമ്മൾ ഒളിച്ചു നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ചാടി പോണം. ചാടിയാണ് പോവേണ്ടത്. നമ്മളിപ്പോ അയ്യോ, ആ ചാട്ടം ഒന്നും പോരടേ. നമ്മൾ വീണ്ടും നമ്മൾ ബേസിലെത്തി ഒന്നും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ലെവൽ 11-ലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ചാടി. ഓ മൈ ഗോഡ്, നമ്മൾ ചാട്ടമൊക്കെ പിഴക്കുകയാണല്ലോ ഗൈസ്. മുത്തൂസ്, നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, എങ്കിലേ എന്റെ ചാട്ടം ശരിയാവുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല. എനിക്ക് കണ്ട വീണ്ടും ഞാൻ താഴെ കിടക്കുകയാണ് ഗൈസ്.
നിങ്ങൾ ഒന്നും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, എങ്കിലേ എന്റെ ചാട്ടമൊക്കെ ശരിയാവത്തുള്ളൂ. എനിക്കൊരു എനർജി കിട്ടട്ടെ. നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ കാണുമ്പോൾ. ഓക്കെ, ഇത്തവണ പിഴയ്ക്കൂല. അയ്യോ, പിഴച്ചു. നമ്മൾ വീണ്ടും ബേസിക് ഒക്കെ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളെ ചാട്ടം ഒന്ന് ശരിയാക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ചാടിയിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ചാടി. ഓക്കെ, അടുത്തത് ചാടി കീബോർഡിൽ. ഓക്കെ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ കീബോർഡിന്റെ പുറത്തുകൂടെ നല്ല രസമാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദം കേൾക്കുന്നത് അത്രയ്ക്ക് രസമുണ്ട്. ഓക്കെ, വീണ്ടും വലിയ ഉരുളം കല്ലുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ സേഫ് ആയിട്ട് കയറി നിന്നിട്ടുണ്ട്. ഇവിടെ കയറി നിൽക്കാം. ഓക്കെ, അടുത്ത കല്ലും വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റേജ് 4ലാണ് +10 വിൻസ് നമ്മൾ അവിടെ നേടിയിട്ടുണ്ട് സ്റ്റേജ് 4ൽ. ഓക്കെ, നമ്മൾ 14 വിൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് 15 വിൻസ് എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് കൂടുതൽ സ്പീഡ് കിട്ടത്തുള്ളൂ. എങ്കിലേ നമുക്ക് അടുത്ത സ്റ്റേജ് 5 കഴിഞ്ഞൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ അവിടെ വരെ പോയിട്ട് തിരിച്ച് ബേസിൽ തന്നെ വരുന്നത്. നമ്മുടെ സ്പീഡ് കുറച്ച് നമുക്ക് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സ്പീഡ് നമ്മളിപ്പോൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് റീബർത്ത് എടുക്കാൻ പറ്റും. നമ്മൾ റീബർത്ത് എടുക്കുകയാണ്. ഓക്കെ, ന്യൂ റീബർത്ത് കിട്ടിക്കഴിഞ്ഞ് റീബർത്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടും കേട്ടോ. നമ്മുടെ സ്പീഡ് മുമ്പ് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് കുറച്ച് നടക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ നടന്നാലേ നമ്മൾ ലെവൽ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഇത് ഇപ്പം തന്നെ 4 പറയുമ്പോൾ നമ്മൾ ലെവൽ 7 ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അതുമാണ് നമ്മൾ റീബർത്ത് എടുത്തതിൻ്റെ ഒരു ഉപയോഗം. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ്മില്ലിൽ കയറി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്പീഡ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലെവലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇത്തിരി സ്പീഡ് മതി എന്ന് തോന്നുന്നു. നമുക്ക് ഇപ്പോൾ കീബോർഡിൽ പോയി ചവിട്ടി കളിച്ചാലോ ഗൈസ്. ഓക്കെ, നമ്മുടെ സ്പീഡ് ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. നല്ല രസമായിട്ട് നമ്മൾ ചാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം നമ്മുടെ ചാട്ടമൊക്കെ നോക്കടാ, സൂപ്പറായിട്ട് ചാടുകയാണ് മുത്തൂസ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോയ്ക്ക്. ഞാനിപ്പോൾ നല്ല സൂപ്പറായിട്ട് ചാടുന്നുണ്ട്. അയ്യോ, വലിയ കല്ല് വരുന്നു. ഓക്കെ, നമ്മൾ സ്പീഡൊക്കെ കൂടുതലായിട്ട് നമുക്കിപ്പോൾ വേഗത്തിൽ കയറി നിൽക്കാൻ പറ്റും. ഇവിടെയും കയറി നിൽക്കണം. അടുത്ത കല്ല് വരും. ഓക്കെ, നമ്മൾ വളരെ വേഗത്തിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ ചാട്ടമൊക്കെ ചാടണമെങ്കിൽ നമുക്ക് ഇത്രയും സ്പീഡ് വേണമായിരുന്നടാ. നമുക്ക് അത്ര സ്പീഡൊക്കെ കിട്ടിയോണ്ട് നമുക്ക് ഈ ചാട്ടമൊക്കെ ഇപ്പോൾ വളരെ ഈസിലി ചാടാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോഴും നമുക്ക് ഈ സ്റ്റേജിലോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അയ്യോ, ഇവിടെ നമ്മളെ ചാട്ടം പിഴച്ചതല്ല. ശരിക്കും നമുക്ക് ഇനി സ്പീഡ് വേണമെങ്കിൽ നമുക്ക് അതൊക്കെ ചാടി കിടക്കാൻ പറ്റുള്ളൂടാ. അത്രയും സ്പീഡൊന്നും നമുക്ക് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉള്ള സ്പീഡ് വെച്ച് നമ്മൾ ഒന്നും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലെവൽ 19 എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്കിപ്പോൾ നല്ല സ്പീഡുണ്ട്. എങ്കിലും അയ്യോ, ചെറുതായിട്ട് വീണ്ടും ഒന്നും അറിയാതെ ചാടിപ്പോയി. ആവേശം മൂത്തതുകൊണ്ടാണ്. കുഴപ്പമില്ല, നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല രസമുണ്ട്. ഈ കീബോർഡ് ചവിട്ടി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ. വലിയ ഉരുളം കല്ല് വരെയാണ്. നമുക്കിവിടെ കയറി നിൽക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വളരെ സ്പീഡിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഉരുളം കല്ല് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ലെവൽ 21 ഒക്കെ എത്തി. ഈ ചാട്ടം ചാടാം. അടുത്തത് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ചാട്ടം ഓക്കെ, ആ ചാട്ടം ഓക്കെ. നമ്മൾ നന്നായി ചാടുന്നുണ്ട്. തീർന്നു മുത്തൂസ്. നമുക്കൊന്നും കൂടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. അല്ല, നമ്മൾ വീണ്ടും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ത്രെഡ്മില്ലിൽ കയറി ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ നന്നായി നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. നമ്മുടെ കൂടെ തൊട്ടടുത്ത് ഏതോ ഒരുത്തൻ നിൽപ്പുണ്ട്. ഓക്കെ, നമുക്ക് വേഗത്തിൽ തന്നെ സ്പീഡ് നന്നായിട്ട് ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 14K സ്പീഡൊക്കെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ കണ്ടോ. ഇപ്പം നമ്മൾ മുമ്പ് പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് രസം. കീബോർഡിൽ ഇപ്പോൾ അടിക്കുന്നതാണ് നല്ല രസമായിട്ടുള്ളത്. കൈവച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാൻ പണ്ടൊക്കെ ടൈപ്പ് റൈറ്ററുകളിൽ ഇങ്ങനെയാണ് അടിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതുപോലെയാണ് ഈ കീബോർഡിൽ കളിക്കുന്നതും. ഈ കീബോർഡ് ഓക്കെ, അടുത്ത ഉരുളം കല്ലൊന്നും നമ്മൾ കയറി വളരെ സ്പീഡിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേജ് 4 ഒക്കെ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് നമ്മൾ എത്തി. നേരത്തെ നമുക്ക് സ്റ്റേജ് 4 ഒക്കെ എത്തണമെങ്കിൽ നമ്മൾ എത്ര സമയം എടുത്താണ് എത്തിയതല്ലേ. ഇപ്പം നമുക്ക് ഈ ചാട്ടമൊക്കെ നമുക്ക് വേഗത്തിൽ ചാടാൻ പറ്റുന്നുണ്ട് ഈ കീബോർഡിൽ. ഓക്കെ, നമ്മൾ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ നമുക്ക് പറ്റാത്തൊരു ചാട്ടമുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ ചാടിക്കായി നമ്മൾ ഇത്തവണ ചാടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ചാട്ടവും നമ്മൾ ചാടിയിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ ചാട്ടമാണ് നമ്മൾ എപ്പോഴും താഴെ തള്ളി ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അടുത്ത ചാട്ടവും അതിൻ്റെ അടുത്ത ചാട്ടവും ചാടി നമ്മൾ ലെവൽ 24. ഓക്കെ, നമ്മൾ അടുത്ത ഇവിടം വരെ എത്തി നിൽക്കുകയാണ്.
പിന്നെ ഗൈസ് നമുക്കിപ്പോ ഫ്രണ്ടിൽ ഒരു ടൈമർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മുടെ ഫ്രണ്ട് അത്രയും ഓടി എത്തണോടാ. അത്രയും സ്പീഡൊന്നും നമുക്ക് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വിൻഡ് ക്ലെയിം ചെയ്ത് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ബേസിൽ പോവുകയാണ്. വിൻഡ് ക്ലെയിം ചെയ്യാം. 20+ വിൻ ഉണ്ട്. അത്രയും വിന്ന് ക്ലെയിം ചെയ്ത് നമ്മൾ വീണ്ടും നമ്മുടെ ബേസിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം അല്ലെങ്കിൽ നമ്മൾ അത്രയും വേഗത്തിൽ ഓടി എത്തില്ലടാ. നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെയൊക്കെ ഓടി എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ വീണ്ടും ട്രെഡ്മില്ലിൽ നടന്ന് നമ്മുടെ സ്പീഡ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ വളരെ വേഗത്തിൽ സൂപ്പർ ഫാസ്റ്റ് വേഗത്തിൽ നമ്മളിപ്പോൾ ചടപട കീബോർഡിൽ ചെന്ന് കളിച്ച് കീബോർഡ് ചവിട്ടി നമ്മൾ പൊട്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് ഫോണൊക്കെ കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ വളരെ വേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ പൊട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചാട്ടമൊന്നും നമുക്കിപ്പോൾ ഒരു പ്രശ്നമേ അല്ല മുത്തൂസ്. നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ചാടുന്നു. ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. നമ്മളെ പറ്റും നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. നമ്മൾ സ്റ്റേജ് 6 വളരെ വേഗം തന്നെ ഓടി എത്തിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഗൈസ്. നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്കിതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്ന. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ്. നമ്മൾ ഒരുമിച്ച് നേടുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഓക്കെ, നമുക്കിവിടെ +15 വിൻസ് കാണിക്കുന്നുണ്ട്. നമ്മളവിടെ +50 വിൻസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ബേസ് വരെയാണ്. കാര്യം അത് കടന്ന് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് അത്രയും സ്പീഡ് നമ്മളെ കയ്യിലില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ട്രെഡ്മില്ലിൽ വന്ന് ഓടി നമ്മുടെ സ്പീഡ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. നമുക്കിതാ ഇപ്പൊ നന്നായിട്ട് നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ന്യൂ റീബർത്തും കൂടെ കിട്ടിയിട്ടുണ്ട്. പുതിയ റീബർത്തിനുള്ള സ്പീഡും കൂടെ ആയി. റീബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് വളരെയധികം ഇൻക്രീസ് ആവുകയാണ്. ഒറ്റ അടിക്കാണ് നമ്മൾ പല ലെവല് കടന്ന് പൊട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലെവൽ 20 ഒക്കെ വളരെ വേഗത്തിൽ നടന്നെത്തിക്കഴിഞ്ഞു. ലെവൽ 20 എത്തി. നമ്മൾ ഇത്തവണ ത്രെഡ്മില്ലിൽ നടന്നപ്പോഴേക്കും നമ്മൾ വേഗത്തിൽ തന്നെ ലെവൽ 20 എത്തി. നമുക്ക് രണ്ടാമത്തെ റീബർത്ത് കൂടെ കിട്ടിയപ്പോൾ നമ്മളിപ്പോൾ വളരെ വേഗത്തിലാണ് ലെവൽ 21. ഓക്കെ, വലിയൊരു ഉരുളൻകല്ല് വന്നു. നമ്മളിവിടെ കയറി നിൽക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തും കയറി നിൽക്കാം. ഓക്കെ, നമ്മൾ തീർന്നു ഗൈസ്. നമ്മൾ അവിടെ കയറി നിൽക്കാൻ വിട്ടുപോയി. പറഞ്ഞെങ്കിലും ഞാൻ കയറി നിൽക്കാൻ വിട്ടുപോയി. ഓക്കെ, നമുക്ക് പോവാം. പിന്നെ ഈ ലെവലിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. ഇനി അടുത്ത ഈ ഗെയിമിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ ഇത്തവണ നമുക്ക് ഇത്രയും സ്പീഡ് റീബർത്ത് നമ്മൾ സെക്കൻഡ് കൂടെ എടുത്തതാണ്. നമുക്കിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ചാടി പോകാൻ പറ്റും. മുമ്പ് അറിയാലോ, നമ്മൾക്ക് ഈ ചാട്ടമൊന്നും കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് ഓടണം. നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് അത്രയും സ്പീഡ് ഉണ്ടോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് എത്തണം. നമ്മൾ എത്തിക്കഴിഞ്ഞു. അടുത്ത സ്റ്റേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ പൊട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പക്ഷെ അടുത്തത് നമുക്ക് ലെവലപ്പ് പറ്റുന്നില്ല ഗൈസ്. നമുക്ക് അത്രയും സ്പീഡ് ഇല്ല. നമ്മൾ അവിടെ വെച്ച് വീണ്ടും നമുക്ക് നിർത്തേണ്ടി വന്നു. വീണ്ടും നമ്മൾ ബേസിൽ വന്നു. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പക്ഷെ നല്ല ഗെയിം ആയിരുന്നു. ഞാൻ നന്നായി എൻജോയ് ചെയ്താണ് കളിച്ചത്. കാര്യം ഈ കീബോർഡിൽ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ആ കീബോർഡ് ഞെങ്ങുമ്പോൾ ശബ്ദം കേൾക്കാൻ അത്രയ്ക്ക് രസമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. വേറെ ഏതെങ്കിലും റോബ്ലോക്സിൻ്റെതോ ഏതെങ്കിലും ഗെയിം കളിക്കേണ്ടതുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ കളിക്കുന്നതാണ്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന വിശ്വാസത്തോടെ ഗുഡ് ബൈ.